നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ, ക്ലിയർ ക്ലിനിക് വെള്ളയമ്പലത്തിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് OSA അഥവാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയെ കുറിച്ചാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നതിലും ഒത്തിരി കോമൺ ആണ് നമുക്കിടയിൽ OSA. ഉറങ്ങുമ്പോൾ ശ്വാസനാളികളിൽ ഉണ്ടാകുന്ന തടസ്സം, അതായത് ശ്വാസനാളികളുടെ വ്യാസം കുറയുന്നത് വഴി ശ്വാസത്തിന്റെ ഫ്ലോയിലുള്ള തടസ്സം, അതുവഴി കൂർക്കം വലി ഉണ്ടാകുന്നു. അങ്ങനെ നിരന്തരമായി നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിരന്തരമായി സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നു, നമ്മുടെ ഹാർട്ട് റേറ്റ് BP-യിലൊക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് ദിവസങ്ങളിൽ തുടർച്ചയായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള റിസ്ക്കും കൂടുതലായി കാണപ്പെടുന്നു. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ. കൂർക്കം വലി. എല്ലാ കൂർക്കം വലിയുമല്ല, എന്നാൽ ഒരു നല്ല ശതമാനം കൂർക്കം വലിയും OSA ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അതായത് ഉച്ചസ്ഥായിലുള്ള കൂർക്കം വലി, അതിന്റെ ശബ്ദം കൂടി പിന്നെ ശ്വാസം നിലച്ചു പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. പിന്നെ പകൽ ഉറക്കം, അതായത് നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ ഉറങ്ങിപ്പോകുന്നു. പിന്നെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഫ്രഷ് ആകാത്ത ഒരു ഫീലിംഗ്, അതായത് ഇനിയും ഉറങ്ങണം എന്നുള്ളൊരു ചിന്ത, ഇവയൊക്കെയാണ് സാധാരണമായി നമ്മളെ ലക്ഷണങ്ങളിൽ കാണുന്നത്. ഇനി റിസ്ക് ഫാക്ടേഴ്സ്, ആർക്കൊക്കെയാണ് ഇതിനുള്ള റിസ്ക് കൂടുതൽ? ഒന്ന്, അമിതവണ്ണം, പ്രത്യേകിച്ച് കഴുത്തിലെ വ്യാസം കൂടുതലുള്ളവർക്ക്. പിന്നെ മുഖത്തിന്റെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ്, മുഖത്തിന്റെ ഘടനയിലുള്ള വ്യതിയാനങ്ങൾ ഉള്ളവർക്കും ഇത് കാണപ്പെടാറുണ്ട്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം? പോളിസോംനോഗ്രാഫി, സ്ലീപ്പ് സ്റ്റഡി എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട്. ഇത് പല ലെവലിൽ ചെയ്യാം. ലെവൽ 1 നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നതും ലെവൽ 2 നമ്മൾ വീടുകളിൽ പോയി ചെയ്യുന്നതുമാണ്. ഹോസ്പിറ്റലിൽ പോയി ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യന്റ് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല, കാരണം വീട്ടിൽ ഉറങ്ങുന്ന പോലെ അവർക്കൊരു ഹോസ്പിറ്റലിൽ സ്ലീപ്പ് ലാബിൽ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. മറിച്ച് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം പരിഹരിക്കപ്പെടുന്നു. ഇനി ട്രീറ്റ്മെന്റിലോട്ട് വരികയാണെങ്കിൽ, നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു തോത് മനസ്സിലാകും. മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ എന്നുള്ള അതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ സാധിക്കുന്നു. വലിയ തീവ്രത ഇല്ലാത്ത, അതായത് മൈൽഡ്, മോഡറേറ്റ് ഒക്കെ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, വെയിറ്റ് ലോസ് കൊണ്ടുവരിക, ബാക്കി മലർന്നു കിടക്കുന്നതിന് പകരം ചരിഞ്ഞു കിടക്കുക, അങ്ങനെ പല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കുറേയൊക്കെ അത് മാറിക്കാണാറുണ്ട്. ഇനി ഫേഷ്യൽ സ്ട്രക്ചേഴ്സിന്റെ, അതായത് മുഖത്തെ ഘടനയുടെ വ്യതിയാനങ്ങളും മൂലമുള്ള OSA ആണെങ്കിൽ നമുക്ക് സർജിക്കൽ കറക്ഷൻ വേണ്ടി വരും. ഇനി സിവിയർ OSAയുടെ ട്രീറ്റ്മെന്റിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു CPAP മെഷീൻ, അതായത് ഉറങ്ങുമ്പോൾ മുഖത്ത് ഘടിപ്പിക്കുന്ന ഒരു മെഷീൻ ഉപയോഗത്തിലൂടെ നമുക്കത് പരിഹരിക്കാവുന്നതാണ്. സ്ലീപ്പ് ആപ്നിയ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഡേ ടൈം കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആകാനും സാധിക്കുന്നു. നന്ദി.